ഓപ്പറേഷൻ തൂഫാൻ നാടകം ആഞ്ഞടിക്കുന്ന കാര്യം നമുക്കറിയാം. അതിന്റെ ഭാഗമായി കോട്ടയത്ത് നിന്ന് വലിയ ലഹരി വേട്ട തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ. കോട്ടയത്ത് നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? എത്ര പേരുണ്ട് സംഘത്തിൽ? വിശദാംശങ്ങൾ എന്താണ്? പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ 3 അംഗ സംഘം, ഇവർ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശികളാണ്. 3 അംഗ സംഘം ഈ തിരുപ്പതിയിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ചതെന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 65 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ കേരിയർമാരാണ് എന്നാണ് പോലീസിൻ്റെ നിലവിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് നിഗമനം എന്ന് പറയുന്നത്. മറ്റാർക്കെങ്കിലും ഏതെങ്കിലും സംഘത്തിന് വേണ്ടി കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ച ആളുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേർ നിലവിൽ ഇപ്പോൾ കേരള പോലീസിൻ്റെയും RPFിൻ്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനയിൽ പിടിയിലായിട്ടുണ്ട്. ഈ പിടിയിലായിട്ടുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇവർ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശികളാണ്. ഇത്തരത്തിൽ കോട്ടയത്തേക്ക് സ്ഥിരമായി കഞ്ചാവ് ഇതിനു മുൻപും ഇവർ കടത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ബാഗ് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ബാഗിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ഇത്തരത്തിൽ 4-5 ബാഗുകളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ സംഘം കഞ്ചാവ് കോട്ടയത്തേക്ക് കടത്തിക്കൊണ്ടുവന്നത്. തിരുപ്പതിയിൽ നിന്നാണ് ഈ കഞ്ചാവ് കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചതെന്നാണ് പ്രാഥമികമായി ചോദ്യം ചെയ്യലിൽ ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ബംഗാൾ സ്വദേശികളായിട്ടുള്ള റിബൻ, ഹുസൈൻ, റിസാർ, ഇങ്ങനെ 3 പേരാണ് നിലവിൽ ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിൽ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. 65 കിലോ അധികം കഞ്ചാവുണ്ട്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം വലിയ ക്വാണ്ടിറ്റിയിലാണ് ഈ സംഘം ഈ തിരുപ്പതിയിൽ നിന്ന് ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചതെന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. പുലർച്ചെ 3 മണിക്കാണ് ഇത്തരത്തിൽ ഈ സംഘത്തെ കേരള പോലീസ് പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്ന് തന്നെ ബാഗിൽ തുണികളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തുന്നതൊക്കെ തന്നെ ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ്